ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റേബിൾ. നൂലപ്പം, അതായത് നമ്മുടെ ഇടിയപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. പക്ഷേ പുതിയതായിട്ട് കിച്ചണിൽ കയറുന്ന സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉള്ളവരും ബാച്ചിലേഴ്സ്ക്കും അവർക്കൊക്കെ അറിയാൻ മേലാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു നൂലപ്പം, ഈ ഒരു ഇടിയപ്പം നമ്മൾ എങ്ങനെ തയ്യാറാക്കുന്നതിനാണ് കാണിച്ചു തരാൻ പോകുന്നത്. സോ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടല്ലോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല കേട്ടോ. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കൂടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ബേസണിലോട്ട് ഒരു 2 കപ്പ് ഇടിയപ്പപ്പൊടി ചേർത്ത് കൊടുക്കാം. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ പൊടിച്ചത് വറുത്തെടുത്ത് വെച്ചിരിക്കുന്നതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു 2 കപ്പ് അരിപ്പൊടി എടുത്തതിന് ശേഷം അതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് തിളച്ച വെള്ളമാണ് ആവശ്യമുള്ളത്. അതിനായിട്ട് ഒരു 2 കപ്പ് അരിപ്പൊടിക്ക് 6 കപ്പ് വെള്ളമാണ് ഞാനിവിടെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാൻ പോകുന്നത്. ഓരോ പൊടി അനുസരിച്ചായിരിക്കും നമ്മുടെ വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നത്. അത് നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. ഞാനിപ്പോൾ 6 കപ്പ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അരിപ്പൊടി എടുക്കാം. അരിപ്പൊടിയിലോട്ട് നമുക്ക് സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെച്ച് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പാച്ചിലയോ അല്ലെങ്കിൽ ഒരു വുഡൻ സ്റ്റിക്ക് വെച്ച് വുഡൻ സ്പൂൺ വെച്ചോ എന്താണെന്ന് വെച്ചാൽ സൗകര്യമുള്ളതുപോലെ നമ്മൾ എടുത്തിട്ട് അത് വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ചൂടുവെള്ളമായതുകൊണ്ട് കൈ കൊണ്ട് കുഴയ്ക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുന്ന കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ മാവ് ഏകദേശം നന്നായിട്ടൊന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളം 6 കപ്പാണ് നമ്മൾ യൂസ് ചെയ്തത്. അതിലൊരു 1/2 കപ്പ് ബാക്കി വന്നിട്ടുണ്ട് എൻ്റെ മാവിൻ്റെ അനുസരിച്ച്. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ വേണം നമുക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു ടെക്സ്ചറിൽ വേണം നമ്മുടെ മാവ്. നല്ല സോഫ്റ്റായിട്ട് തന്നെ, നമുക്ക് കൈമൊന്നും പിടിക്കുന്നില്ല, അത്രയ്ക്ക് സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായതുകൊണ്ട് ആദ്യം നന്നായിട്ട് സ്പാച്ചിൽ വെച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈമേ നമ്മൾ പിടിക്കാൻ പറ്റുന്ന പാകത്തിനുള്ള ചൂടാണെങ്കിൽ ജസ്റ്റ് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ. ഏകദേശം ചൂടുണ്ട്, കൈ കൊണ്ട് നമുക്ക് പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഞാൻ ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ പതിയെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഡോ പരുവത്തിൽ, നല്ല സോഫ്റ്റ് ഡോ പരുവത്തിൽ നമുക്ക് ഒന്ന് ആക്കിയെടുക്കാം. ഒരു 10 മിനിറ്റ് ജസ്റ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൈമയൊന്നും പിടിച്ചിട്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ആ ടെക്സ്ചർ ഒന്ന് നോക്കിക്കോളൂ, എന്ത് സോഫ്റ്റാണ്. അപ്പം ഈ ഒരു പരുവ് ആയതിന് ശേഷം നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇഡ്ഡലി കുട്ടകത്തിലോട്ടോ, അതിന് നമ്മുടെ ഏത് സ്റ്റീമറുള്ളത് അതിലോട്ട് വെള്ളം വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഇതാ ഞാനിത് തീരെ നൈസായിട്ടുള്ള ആ ഒരു കണ്ണിയുള്ളത് ആണ് എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ ഇടിയപ്പ അച്ചോ നിങ്ങൾക്ക് ഏതാ ഉള്ളത് അത് യൂസ് ചെയ്തോളൂ. ഇനി നമുക്കൊരു ഇഡ്ഡലി തട്ടെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വാഴയിലേക്കാണെങ്കിലും വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഓരോ പ്ലേറ്റിലോട്ട് ഗ്രീസ് ചെയ്തിട്ട് അത് ഒറ്റയായിട്ട് തന്നെ വെക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഇഡ്ഡലി കുട്ടകം യൂസ് ചെയ്തിട്ട് ആ ഇഡ്ഡലി പാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിലോട്ട് നമുക്ക് ആദ്യമേ ഓയിൽ വെച്ച്, വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തേക്കുന്നത്, ഓയിൽ വെച്ച് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ഫ്രഷായിട്ട് ചെറിയ നാളികേരം നമുക്ക് ഇതുപോലെ ആ ഓരോ തട്ടിലോട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നാളികേരം അതുപോലെ ചേർത്തതിന് ശേഷം നമ്മുടെ അച്ചിലോട്ട് നമ്മുടെ മാവ് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് കുറേശ്ശെ നമുക്കൊന്ന് റോൾ ചെയ്ത് ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. അച്ചിലോട്ട് മാവ് വെച്ചതിന് ശേഷം നമുക്ക് അച്ചിൻ്റെ ആ ലിഡിട്ട് ക്ലോസ് ചെയ്ത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് റോൾ ചെയ്ത് ആ ഒരു ലിഡ് റോളർ വെച്ച് നന്നായിട്ട് ഇതുപോലെ റോൾ ചെയ്ത് നമുക്ക് ഓരോ അച്ചിലോട്ട്, അതായത് നമ്മുടെ ഓരോ ഇഡ്ഡലി തട്ടിൻ്റെ ഓരോ കള്ളിയിലോട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നല്ല നൂല് പരുവത്തിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല എളുപ്പത്തിൽ വരുന്നില്ലേ. അപ്പോൾ നമ്മുടെ മാവ് നമ്മൾ സോഫ്റ്റായിട്ട് നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ആ ഒരു അച്ച് വെച്ച് തയ്യാറാക്കാൻ പറ്റും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും എന്ത് പെട്ടെന്ന് തന്നെ സ്മൂത്തായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു മാവ് ആ ഒരു നൂലപ്പം നന്നായിട്ട് പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇതിലപ്പോൾ എല്ലാം ഓരോ കളിയിലോട്ട് നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റീമറിലോട്ട് ഇത് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം നന്നായിട്ട് നമ്മുടെ വെള്ളം ഒന്ന് ചൂടായിട്ടുണ്ട്. ഞാൻ ഈ ഇഡ്ഡലി പാത്രം ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഒരു 10 to 15 മിനിറ്റ് മാക്സിമം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള തട്ടിലോട്ട് നമുക്ക് ഇതേ സെയിം രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ആ ഒരു ഇഡ്ഡലി തട്ടിൻ്റെ നമ്മുടെ ഇടിയപ്പം ഒന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇഡ്ഡലി തട്ടിലോട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം.
ഏകദേശം ഒരു 12 മിനിറ്റിന് ശേഷം ഞാൻ ഇവിടെ ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. നോക്കിക്കോളൂ, നന്നായിട്ട് സോഫ്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് അത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള അടുത്തത് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം വിടിപ്പിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. 5 മിനിറ്റിന് ശേഷം ഒരു സ്പൂൺ വെച്ച് നമുക്കിതുപോലെ ഒന്ന് എടുക്കാം. നോക്കിക്കോളൂ, എന്ത് സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയില്ലേ. വെറും ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് കുഴച്ചതിന് ശേഷം ഇതുപോലെ പൂ പോലത്തെ നമ്മുടെ ഇടിയപ്പം തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. വളരെ എളുപ്പമാണ്, സിമ്പിളുമാണ്, വളരെ നല്ല ടേസ്റ്റി, നല്ല പൂ പോലത്തെ ഇടിയപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഈഷ സ്പൈസി ടേസ്റ്റ് പോലെ ചാനലൊന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.